കുവൈറ്റിലെ ജീവിതം അവസാനിച്ചു. സുജീഷ് എത്ര വർഷം മുമ്പായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ട്രൈസെപ്സ് വരുന്നു, ബൈസെപ്സ് വരുന്നു. നമുക്കങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല നമ്മുടെ നാട്ടിൽ. ഇതെല്ലാം ചെയ്യാൻ തയ്യാറാണ്. യെസ്, ഞാൻ ചെയ്യും. വയറെല്ലാവരുടെയൊക്കെ പ്രശ്നം. അവിടുന്ന് ഞങ്ങളുടെ ലൈഫ് ടേൺ ചെയ്യുന്ന പറയാം. ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സാക്കിനോട് പറഞ്ഞു ഞാൻ റെഡിയാണ്. സുജീഷിന് ഈ ഒരു ജേർണിയിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? ശ്യാമൻ, യെസ്, ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമുക്കുള്ളത്. അതെ. ആ സ്റ്റോറി ജീവിച്ച ആൾക്കാരാണ് നമ്മളിവിടെ ഉള്ളത്. ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ബോഡി ബിൽഡർ ആവുകയും ഓസ്ട്രേലിയയിലെ ഒരു കോമ്പറ്റീഷൻ ജയിക്കുകയും ചെയ്ത വിനീത നമ്മുടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഉള്ള സുജീഷാണ് വിനീതയുടെ ഹസ്ബൻഡ്. 13 കൊല്ലങ്ങളായിട്ട് ബോഡി ബിൽഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയും അതിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്ത് ഫൈനലി ഈ പ്രാവശ്യം ഓസ്ട്രേലിയൻ കോമ്പറ്റീഷനിൽ വിജയിക്കുകയും ചെയ്തു സുജീഷ്. ഇവരുടെ ആ സ്റ്റോറി ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. പറയാതെ നമുക്ക് പോകാനും പറ്റത്തില്ല അല്ലേ? വിനീത, സുജീഷ്, എങ്ങനെ നമുക്ക് ഇപ്പൊ ആർക്കാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഓഡിയൻസിന് ആദ്യം അറിയേണ്ട ക്വസ്റ്റൻ ആയിരിക്കും, ഇത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എങ്ങനെയാണ് നിങ്ങൾ ഈ ഇതിലേക്ക് എത്തിപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ല, എങ്ങനെ നിങ്ങൾ ഇത് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. സുജീഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നത് എല്ലാവരെയും പോലെ തന്നെ ഞാൻ ഗൾഫിലായിരുന്നു ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് കുറച്ച് വണ്ണം വെച്ചു, വയറ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ആദ്യമായിട്ട് ജിമ്മിൽ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. വയറെല്ലാവരുടെയൊക്കെ പ്രശ്നം. സുജീഷ് എത്ര വർഷം മുമ്പായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? കൃത്യമായിട്ട് പറഞ്ഞ 2013 ഫെബ്രുവരി 2-ാം തീയതി. ഡേറ്റ് ഓർമ്മ. ഇപ്പൊ വയറ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു മോട്ടിവേഷൻ. അതിൽ നിന്ന് പിന്നെ അതിൽ ഒരു സന്തോഷം കണ്ടെത്തുക അങ്ങനെയായിരുന്നു. അതെ അതെ. അതെന്ന് വെച്ചാൽ ഞാനും എന്റെ കൂടെ എന്റെ തന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ജോൺസ് ചാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്തു നാളെ പോലെ ജിമ്മിൽ പോയേക്കാം, വയറൊക്കെ ഒന്ന് കുറയ്ക്കണം, പുള്ളിക്കാരൻ നടുവേദന കൊണ്ട് ഒന്ന് മാറ്റിയേക്കാന്ന് ചോദിച്ചു. ഞങ്ങൾ അത് ജിമ്മിൽ പോയി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പം ജോൺസ് ചാൻ പറഞ്ഞു ഞാൻ പച്ചമരുന്നൊക്കെ വെച്ച് ഈ മുട്ടുവേദന മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും എനിക്ക് കുറച്ച് ദിവസം അവധിയുണ്ട്, ഞാനങ്ങ് പോയേക്കാന്ന് ചോദിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എന്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടു. അപ്പൊ ഈ സലീം കുമാർ യാദവ് സിനിമയെ പറഞ്ഞ പോലെ സ്വന്തം കാശ് കൊണ്ട് സ്വന്തം കണ്ണ് തന്നെ പണ്ട് കളിച്ച ആൾക്കാർ മലാസൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ ട്രൈസെപ്സ് വരുന്നു, ബൈസെപ്സ് വരുന്നു. ഇത് കൊള്ളാലോ എന്ന് ചോദിച്ചു. പിന്നെ വയറ് മാറാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞുള്ള ഫോട്ടോ നോക്കി തന്നെ കഴിഞ്ഞാൽ തന്നെ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായി. അതാണ് എന്നെ പിന്നെ ഒരു ദിവസം ഞാൻ പോയില്ലെങ്കിൽ ഉണ്ടായ മസിൽ പോകുമല്ലോ എന്ന് വെച്ച് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അഡിക്റ്റഡ് ആയി. എനിക്കൊന്ന് സുജീഷിനെ പോലെ ആൾക്കാർ കുറവും ജോൺസൺ ചാനെ പോലെ നമ്മളെ പോലെ ആൾക്കാർ കൂടുതലായിരിക്കും ഇപ്പോൾ ഉള്ളത് അല്ലേ? ഇനി ഇത് ആ സ്റ്റോറി കൂടെ എങ്ങനെ ഇത് മോട്ടിവേറ്റ് ആയി? എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾ വളരെ പൊതുവെ കുറവുള്ള ഒരു ഫീൽഡാണ് ബോഡി ബിൽഡിങ്. അല്ലെങ്കിൽ ആ ഒരു ജിമ്മിൽ തന്നെ വളരെ അത്യാവശ്യത്തിനുമായിട്ട് മാത്രം പോകുന്ന ആൾക്കാരുണ്ട്. നമുക്ക് മലയാളികൾ ബേസിക്കലി അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അത് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഐ ലവ് ടു സീ ദാറ്റ്. പക്ഷെ എന്താണ് ആ മോട്ടിവേഷൻ, എങ്ങനെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ. അല്ല, എനിക്കറിയേണ്ടത് അതല്ലല്ലേ. കാരണം വിനീത ഒരു നേഴ്സാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് സാധാ ഒരു ജിമ്മിലോ അങ്ങനെ എക്സസൈസിലോ ഒന്നും ഫോക്കസ്ഡ് അല്ലായിരുന്നു. ഇതിന്റെ മുമ്പുള്ള കഥ ഒന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു വിനീതയുടെ ഒരു ജീവിതം എന്നുള്ളത്? ഇത് ജിംനേഷ്യം അല്ലെങ്കിൽ ജിം വർക്കൗട്ട് തുടങ്ങുന്നേക്കാൾ മുമ്പുള്ള കഥ. ജിം വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു സാധാരണ സ്ത്രീയായിരുന്നു. അതായത് വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി പിള്ളേരെയൊക്കെ നോക്കി. ഞാൻ പിന്നെ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് നഴ്സായിട്ട്. അപ്പം ആഴ്ചയിൽ 6 ദിവസവും ജോലിക്ക് പോകുന്ന അങ്ങനെ ഒരാള്, നടക്കാൻ പോലും പോകാതെ എപ്പോഴും വീട്ടിലിരിക്കുന്ന പഴംപൊരിയും ചായയും എല്ലാം കഴിക്കുന്ന ഒരാളായിരുന്നു. നന്നായിട്ട് വണ്ണം വെച്ചു. 2ാമത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം നന്നായിട്ട് വണ്ണം വെച്ചു. അപ്പോഴാണ് തോന്നിയത് വണ്ണം കുറയ്ക്കണം. അപ്പൊ ഞങ്ങള് 10 ഫ്ലോർസ് ഉള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ജിമ്മിലൊന്നും പോകാനുള്ള താല്പര്യം ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ജിം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചെടുപ്പ് വഴി ഈ 10 ഫ്ലോർ കയറുക എന്നുള്ളത്. അപ്പം 10 ഫ്ലോർ കുറെ പ്രാവശ്യം ഞാൻ ഓടി കയറി. പക്ഷെ മുട്ടുവേദന ഉണ്ടാകാതെ. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ വീട്ടിലല്ലാതെ യൂട്യൂബൊക്കെ നോക്കി എക്സസൈസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. അവസാനം ഞാൻ ഡയറ്റ് ചെയ്ത് ഞാൻ ഒരു 13 കിലോയോളം കുറച്ചു. അതായത് 74-ൽ ഞാൻ 63 എത്തിച്ചു. 13 കിലോ കുറച്ച് 6 മാസം കൊണ്ട്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എനിക്ക് എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി, നഖം പൊട്ടി തുടങ്ങി. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് എന്റെ ബോഡിയിലുണ്ടായി. സൈഡ് എഫക്റ്റ് ആയിട്ട് എപ്പോഴും ക്ഷീണവും അങ്ങനെയൊക്കെ ആയിരുന്നു.
അപ്പോഴത്തേക്കിനും കുവൈറ്റിലെ ജീവിതം അവസാനിച്ചു. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അതായത് സുജീഷ് പോകുമ്പം എന്നെയും കൂടെ ഇടയ്ക്ക് കൊണ്ടുപോകായിരുന്നു. പക്ഷെ ജിം എപ്പോഴും നമുക്ക് ഒരു ഇന്റിമിഡേറ്റിംഗ് എൻവയോൺമെന്റ് ആയിരുന്നു എന്നെ പോലുള്ള ഒരാൾക്ക് ആസ് എ ബിൽഡർ. അവിടെ വരുന്നവരെല്ലാം എന്നെ നോക്കണമെന്നായിരുന്നു എന്റെ വിചാരം. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് ജിമ്മിൽ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് വരാൻ മടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഫീമെയിൽ ട്രെയിനറുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഓസ്ട്രേലിയനായിരുന്നു പുള്ളിക്കാരത്തി. ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായത് എനിക്ക് തന്നെ ചെയ്താവില്ല, എനിക്ക് ട്രെയിനർ വേണം എന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? ബോഡി വെയിറ്റ് തന്നെയായിരുന്നു അതിൽ പ്രശ്നം, അത് വേറെ എന്തെങ്കിലും? പിന്നെ ജിമ്മിൽ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ആയാലോ എന്ന് എനിക്കൊരാഗ്രഹം. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് സുജീഷിനോട് സംസാരിച്ചു. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ സുജീഷ് പറഞ്ഞ ഒരു ട്രെയിനറിന് ഒരു പക്ഷേ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നെക്കായും. അങ്ങനെയാണ് ജിമ്മിലുണ്ടായിരുന്ന ട്രെയിനറിനെ എനിക്ക് പരിചയപ്പെടുത്തിയതും. പുള്ളിക്കാരത്തിയുടെ ഗൈഡൻസിൽ ഞാൻ 1 ഇയറോളം ട്രെയിൻ ചെയ്തു. പക്ഷേ എനിക്ക് അങ്ങനെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതായത് പുള്ളിക്കാരത്തിയുടെ കൂടെ അല്ലാതെയും ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വന്നു. അതിനുശേഷം വീണ്ടും ട്രെയിനറിനെ മാറ്റി സുജീഷിനെ ട്രെയിൻ ചെയ്തിരുന്ന സാക് പൗലോസ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഓസ്ട്രേലിയനാണ്. അപ്പം പുള്ളിയുടെ കൂടെ ട്രെയിൻ ചെയ്തു. പുള്ളിയുടെ കൂടെ ട്രെയിൻ ചെയ്തതാണ് ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന് ഞാൻ പറയുള്ളൂ. അതെ, എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ സാധിച്ചും അദ്ദേഹമായിട്ട് ഇടപെടാനും അദ്ദേഹത്തിന്റെ കീഴിൽ പരിശീലിക്കാനും സാധിച്ചത് തന്നെയാണ്. അവിടുന്ന് ഞങ്ങളുടെ ലൈഫ് ടേൺ ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. ഒരു ഫിറ്റ്നസ് ഇപ്പോൾ ഞങ്ങളുള്ള പേഴ്സണൽ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ എന്ന ലെവലിലേക്ക് ഞങ്ങളെ വളരാനായിട്ട് ഇൻസ്പയർ ചെയ്തതും ഹെൽപ്പ് ചെയ്തതും ഒരുപാട് നോളജ് തന്നതും ഒരു വ്യക്തിയാണ്. നമ്മൾ മലയാളി പെൺകുട്ടികൾ പ്രത്യേകിച്ചും ആ ഒരു ജിമ്മിൽ വിനീത പറഞ്ഞ ആ ഒരു ഇന്റിമിഡേറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മൾ നോക്കണോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു കോൺഫിഡൻസ് വലിയൊരു ഫാക്ടർ അല്ലേ? അതെ, തീർച്ചയായും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും അറിയത്തില്ല. കാരണം നമ്മുടെ അങ്ങനെ ഒരു കൾച്ചറിലാണ് വളർന്നു വരുന്നത്. അതായത് നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല നമ്മുടെ നാട്ടില്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഇവരൊക്കെ എന്നെ നോക്കുവാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അവരതൊക്കെ നോക്കി എന്നെ നോക്കി ചിരിക്കുവാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അത് മാറാനായിട്ട് 1-2 ദിവസമല്ല, അത് മാറാനായിട്ട് വർഷങ്ങളോടും എടുത്തു. ആദ്യത്തെ ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു റെഗുലർ പാറ്റേൺ ഉണ്ടാക്കിയെടുത്തു ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പൊ വർക്കിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തി 1 hour അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ സാക്കിന്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് കോൺഫിഡന്റ് ആയി തുടങ്ങിയത്. ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാം. ജിമ്മിൽ വരുന്നവരെല്ലാം അവരവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പോവാണ്. നമ്മളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുകയല്ല. അവരാരും നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല. അവരെല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് തിരിച്ചു വീട്ടിൽ പോകണമെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ നിന്ന് പിന്നെ കോമ്പറ്റീഷൻ എന്നുള്ള ഡ്രീമിലേക്ക് കോമ്പറ്റീഷൻ എന്നുള്ളൊരു ഡ്രീം ഒരു ദിവസം എന്റെ മനസ്സിലുണ്ടായൊരു ആഗ്രഹമായിരുന്നു. അതായത് അതെ, ജിമ്മില് ഈവനിങ്ങിൽ പോകുമ്പോൾ ഒരുപാട് പെൺകുട്ടികളെ കാണാറുണ്ട്. അപ്പൊ അതില് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിന്റെ പേര് ഡാനി എന്നാണ്. അപ്പം പുള്ളിക്കാരത്തിയെ കണ്ടപ്പം നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ റെഗുലർലി കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവളുടെ ബോഡി ഒരുപാട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാനിങ്ങനെ സുജീഷോട് ഡിസ്കസ് ചെയ്തു, അവൾ ഒത്തിരി മാറുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും? അപ്പൊ സുജീഷ് പറഞ്ഞു ചിലപ്പോൾ ഒരു പക്ഷേ അവൾ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന്. അപ്പോഴാണ് കോമ്പറ്റീഷനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഞാനും ചെയ്താലോ. അപ്പൊ സുജീഷിന്റെ അടുത്താണ് ഓക്കെ നീ നിന്നാ പൊക്കോ. പുള്ളി എന്തിനും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് സാക്കിനോട് ചോദിച്ചപ്പം പുള്ളി ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പുള്ളി ഒരിക്കലും എന്നിൽ നിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചില്ല. പുള്ളി എനിക്ക് 2 ആഴ്ച സമയം തന്നു അതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്, കോമ്പറ്റീഷനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ഇന്നിന്റെ 2 ആഴ്ച സമയം എന്നുള്ളത്. ഞാൻ വന്ന് സുജീഷിനോട് പറഞ്ഞു. സുജീഷ് പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ പോവാ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവുക, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അത് വലിയൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പം സാക്കിനോട് പറഞ്ഞു ഞാൻ റെഡിയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത് കോമ്പറ്റീഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ അതാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതില് ഒരു സമ്മാനം രണ്ടുപേരും അതില് സമ്മാനം എത്തിച്ചേരുക എന്നുണ്ടെങ്കിൽ കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രൈസ്. നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ആ ജേർണി എന്നെ ഒരുപാട് മാറ്റി. അതായത് ഞാനിപ്പോ എന്റെ ജീവിതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷന് മുന്നേ ഉള്ള വിനീതയും അത് കഴിഞ്ഞിട്ടുള്ള വിനീതയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് പ്രൗഡാണെങ്കിൽ എല്ലാവരും പ്രൗഡാണ്. ഇപ്പൊ കോമ്പറ്റീഷന് പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞു വിനീത. ഇപ്പൊ ആ കോമ്പറ്റീഷന് ഒത്തിരി ചലഞ്ചസ് ഉണ്ട് എന്താണെങ്കിൽ. അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും അല്ലാണ്ട്
അപ്പൊ നമ്മളെപ്പോലെ ഒരു കൾച്ചറിൽ എൻ്റെ ഒരു ഡിഫറെന്റ് ഒരു കൾച്ചറിലാണ് നമ്മൾ വളർന്നത്, നമ്മളെല്ലാവരും ഇവിടെ എത്തിയത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഇവിടെ ഒരു കോമ്പറ്റീഷന് വിനീത് തയ്യാറെടുത്തപ്പോ അതിൽ വിനീത് പേഴ്സണലി ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? പേഴ്സണലി ഫേസ് ചെയ്ത ചലഞ്ച് എന്ന് പറയുന്നത് ബിക്കിനി ഇടുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ബിക്കിനി ഇടുന്നതിനെ കുറിച്ച് സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇപ്പൊ കോമ്പറ്റീഷന് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇതായിരിക്കും നമ്മുടെ ഡ്രസ് കോഡ് എന്നുള്ളത്. ആദ്യം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, ദാറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ എടുത്തു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യും എന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് രാത്രികൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ആദ്യം പോകാതിരുന്നാലോ എന്നൊക്കെ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സുജീഷായിട്ട് അത് ഷെയർ ചെയ്തു. സുജീഷാണ് എന്നെ അതിനെ സപ്പോർട്ട് ചെയ്തത്. സുജീഷ് പറഞ്ഞു എനിക്കതിനൊരു പ്രശ്നമില്ല, പിന്നെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അതുകൊണ്ട് നീ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പിന്നെ അത് പ്രാക്ടീസ് ചെയ്തു. അതൊരു വലിയൊരു സംഭവമല്ല സുജീഷ്, കാരണം ആ ഒരു ഒറ്റ തീരുമാനത്തിലായിരിക്കാം വിനീത ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തതും ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായത്. അതെ, അതിനെപ്പറ്റി നമുക്ക് നെഗറ്റീവ് കമന്റ്സ് നമ്മളോട് നേരിട്ട് നമ്മുടെ എല്ലാവരും തന്നെ കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും നമ്മൾ പരിചയക്കാരാണ്, സുഹൃത്തുക്കളാണ്. ആരും നേരിട്ട് നമ്മളോടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല, പക്ഷെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാവും. പിന്നെ എനിക്ക് 1-2 സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ എനിക്ക് കമന്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഐ ലവ് ദിസ് സ്പോർട്ട്, എനിക്ക് എൻ്റെ അത്രയും ഈ സ്പോർട്ടിനെ അറിയാവുന്ന ഒരാള് വിനീതെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇതിനെപ്പറ്റി പരിമിതമായ ഒരു വിവരമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം ആസ് എ സ്പോർട്ട് ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് സ്പോർട്ട്, അതൊരു എക്സ്പോസ് ചെയ്യുന്ന ഒരു ഇതായിട്ടല്ല. ആ ഒരു കോമ്പറ്റീറ്റർ എന്ന് വെച്ചാൽ ഒരു അത്ലറ്റ് ആണ്. അത് ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രഗിൾസും, ജിമ്മിൽ ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റും, കൺട്രോൾ ചെയ്യുന്ന ഡയറ്റും, അതുപോലത്തെ 1000 കാര്യങ്ങൾക്കിടയിൽ ഒരു വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മളാ മലയാളി മനസ്സെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ നമ്മളെ ചിന്തിക്കുമെന്നുള്ളതല്ല. പക്ഷെ വിനീത അതിനെ വലിയ രസത്തിൽ അതിനെ ബ്രേക്ക് ചെയ്തു. അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ബ്രേക്ക് ചെയ്തു. നമ്മുടെ അടുത്ത ചോദ്യം ഏകദേശം ഇതിനോട് തന്നെ നിങ്ങളൊരു കപ്പിളാണ്. അപ്പോൾ കപ്പിൾ എന്ന രീതിയിൽ നമ്മൾ കുറെ ആൻസർ നിങ്ങൾ പറഞ്ഞു, എങ്കിലും അതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ചലഞ്ചിങ് ഒരു കപ്പിളായിട്ടാണോ അതോ ഈസി ആണോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആൻസർ പറഞ്ഞു, എങ്കിലും പറയാണ് അതെങ്ങനെയാണ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ചലഞ്ചസ് എന്താണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് മക്കളുണ്ടോ? ഇപ്പൊ രണ്ടുപേരും അവർക്കത് അവരെങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്? അത് അങ്ങനെ ആ ഫാമിലി ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ സത്യം രാവിലെ എണീറ്റ് ഞങ്ങൾ ഓഫുള്ള ദിവസമാണ് ഞങ്ങൾ ഒരുമിച്ച് കിച്ചണിൽ ഫസ്റ്റ് കാണുമ്പോൾ വിനീതോട് ഞാൻ ചോദിക്കുന്നത് നീ ഇന്ന് ജിമ്മിൽ പോകുന്നേ എന്നാണ്. അപ്പം അവള് തിരിച്ചു ചോദിക്കും ഇപ്പോഴാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് ചോദിക്കാം. ഞങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോകാൻ ശ്രമിക്കും ഓഫ് ഡേയ്സിൽ. അപ്പൊ ടുഗദർ ഞങ്ങൾക്ക് ഇവിടെ ട്രെയിൻ ചെയ്യാലോ. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ള തീർച്ചയായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ടെക്നിക്സിലും ഫോം കറക്ഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിനീത ഇപ്പം ഒറ്റയ്ക്ക് ജിമ്മിൽ പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു, ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചു, ഞാൻ എൻ്റെ ഫോം കറക്ഷൻസ് അപ്പം കൊടുക്കുന്നു. ചിലപ്പം അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ചെറുത് ഞാനിത്ര നന്നായിട്ട് ചെയ്തിട്ട് അത് റോങ് ആണെന്ന് പറഞ്ഞല്ലോ എന്ന് ചിലപ്പോൾ ഇവിടെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിന് ആ കാര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രിക്റ്റ് ആണ്. ചിലപ്പം ഇവരൊരു ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം നടുവൊന്ന് ചെറുതായിട്ട് വളഞ്ഞേക്കുന്നതായി ഞാൻ പറയും, ഇടി അത് 215 കിലോയാണ്, അതിൽ ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ സ്റ്റിൽ വി അക്സെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യും. ഒരു ചെറിയൊരു ചോദ്യം, ഇപ്പൊ നമ്മള് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാണല്ലോ, വിനീത് എടുത്താലും മാക്സിമം വെയിറ്റ് എത്രയായിരിക്കും? ഡെഡ് ലിഫ്റ്റ് ആണെങ്കിൽ 140 കിലോസ് ചെയ്തിട്ടുണ്ട്. സ്ക്വാറ്റ് ആണെങ്കിൽ 110 ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ, പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ മക്കളുടെ കാര്യം, 2 മക്കളാണ് ഉള്ളതെന്ന് അറിയാം. അപ്പൊ അവരെങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അത് തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് പറയാറില്ല. അവള് 10 വയസ്സായിട്ടുള്ളൂ. അവള് ഉറപ്പായിട്ടും അവളുടെ അമ്മയിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നുണ്ടാവും. ഫ്യൂച്ചറിൽ അവളുടെ ലൈഫിലേക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മകൻ ഇപ്പൊ ഒരു അഡോളസെന്റ് ഏജിലൂടെ കടന്നു പോകുന്ന ഒരു ടൈമാണ്. അവന് 16 വയസ്സാണ്. അവൻ അവൻ്റെതായ ഒരു ലോകത്താണ് ഇപ്പൊ ജീവിക്കുന്നത്. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് ഞാൻ പോകുന്ന ജിമ്മിൽ വരുന്നുണ്ട്. അവരെന്റെ കൂടെ വന്ന് ഡേവിന്റെ ഡാഡല്ലേ എന്ന് ചോദിച്ചിട്ട് വന്ന് എന്റെ കൂടെ ഫോട്ടോസ് എടുക്കാറുണ്ട്. അവരെല്ലാവരും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരുപാട് നിമിഷങ്ങളുണ്ട്. അവരൊക്കെ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും വളരെയധികം ഇൻസ്പയർഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുകയും എന്റെ കൂടെ സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു ജനറേഷൻ, അതായത് ഈ 41 വയസ്സുള്ള ഞാൻ 14-15 വയസ്സുള്ള ആ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ള ശരിക്കും അഭിമാനകരം തന്നെയാണ്. അത്
എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മള് തന്തവൈബ് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ചോദ്യം വിനീതയുടെ അടുത്തുണ്ട്. അതായത് നാട്ടിലല്ല ഇവിടെയുള്ള ആൾക്കാരാണ് പെൺകുട്ടികൾ പ്രത്യേകിച്ചാലും ഒരു മടിയുണ്ടല്ലോ എപ്പോഴും ജിമ്മിലോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് ജിമ്മിൽ പോകണോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എക്സസൈസുകൾ ചെയ്താൽ മതിയോ. ഈ വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് പ്രത്യേകിച്ച് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സമയത്ത്, കാരണം എന്റെ വൈഫ് ഞങ്ങൾക്ക് ഒരു കൊച്ചു ഉണ്ടായിട്ടുള്ള വെറുതെ ഒരു ക്യൂരിയസ് ചെയ്യണം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒരു റെഗുലർ എക്സസൈസ്. പക്ഷെ അതിനേക്കാളും വിനീത പറഞ്ഞത് കേട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അതൊരു മൈൻഡ് സെറ്റ് ഗെയിം ആയിരുന്നു at the end of the day, അല്ലേ? കാരണം അതെങ്ങനെയാണ് വിനീതയ്ക്ക് ഇപ്പൊ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിനീത എന്തായിരിക്കും പറയാൻ പറ്റുക? എന്റെ അഭിപ്രായത്തിൽ വ്യായാമം ചെയ്യാൻ പ്രത്യേകിച്ച് പ്രായമോ അങ്ങനെയൊന്നുമില്ല. പ്രഗ്നന്റ് ആയവർക്കും പ്രഗ്നൻസി പീരീഡിലും നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ റെഗുലർലി ജിം പോകുന്നതിനും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിനും ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല. 15-year-old എബോവ് ആയിട്ടുള്ള എല്ലാവർക്കും ജിമ്മിൽ പോയി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം. എന്ത് തരത്തിലുള്ള എക്സസൈസ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ശരീരം ആരോഗ്യകരമായിട്ടിരിക്കും എന്നുള്ളതാണ്. ഞാനിപ്പം എന്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എനിക്ക് കുറെ സമയം കൂടെ കിട്ടിയായിരുന്നു. എനിക്ക് Honest. ഒരു തന്നെയാണ്. ഫിസിക്കൽ ബെനിഫിറ്റ് ഉള്ള ഒരു മെന്റൽ അതെ. ഇമോഷണൽ ബെനിഫിറ്റും ഇതിലുണ്ട്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾ കുറച്ചുകൂടെ ഒരു സ്പോർട്ട് എന്ന രീതിയിൽ കാണുമ്പോൾ പെണ്ണുങ്ങൾ ഇതിനെ വെറും ഒരു പാർട്ട് ഓഫ് ലൈഫായിട്ട് ഒരിക്കലും കാണാറില്ല. എനിക്ക് അതിന്റെ ഇമോഷണൽ ബെനിഫിറ്റുകൾ ഒത്തിരി അധികം ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ ഡോപാമിൻ റിലീസ് നടക്കുന്നുണ്ട്. അത് നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാല് ഇപ്പൊ വിനീതനെ എനിക്കറിയാവുന്ന വിനീത ഉയരത്തിന് ഹൈറ്റിന് ഏറ്റവും പേടിയുള്ള ഒരാളായിരുന്നു. അതെ. അതിന്റെ ഇടയിൽ വിനീത ഒരു സാഹസം ചെയ്തായിരുന്നു. അല്ലെ, കാരണം എനിക്ക് വിനീതയുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ വിനീത ബോഡിയിലെ വിനീത ഓവർകം ചെയ്തു, അവിടെ വിജയിച്ചു. മെന്റലി വിനീത സ്ട്രോങ് ആയപ്പോ ഒരു തീരുമാനം എടുത്തു. അതൊന്നും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഇല്ല. നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ മൈൻഡാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ചെയ്യണോ വേണ്ട എന്നുള്ളത്. ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനൊരു സക്സസ്ഫുൾ പേഴ്സൺ ആകും എന്നുള്ളത്. എനിക്ക് താഴോട്ട് നോക്കാൻ പേടിയാണ്. അത് ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിന് പ്രത്യേക ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 40 വയസ്സിന് മുന്നേ അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. 40 വയസ്സിന് മുന്നേ ഇങ്ങനെ സ്കൈ ഡൈവ് ചെയ്യണമെന്നും ഒരു സോളോ ട്രിപ്പ് ചെയ്യണമെന്നും ഒരു ആഗ്രഹം സ്പോണ്ടേനിയസ് ആയിട്ട് എന്റെ മനസ്സിൽ വന്നതാണ്. ദൈവം സഹായിച്ച് സുജീഷിന്റെ സപ്പോർട്ട് കൂടി ഇത് നടന്നു. പിന്നെ വേറെ ഞാൻ ചെയ്താണ് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാൻ സോളോ ട്രിപ്പ് ഞാൻ ഇവിടുന്ന് ന്യൂസിലൻഡിലേക്ക് പോയി ഒരു 6 nights അവിടെ സ്റ്റേ ചെയ്തു. എന്റെ ട്രിപ്പ് എല്ലാം ഞാനൊരു ട്രാവൽ ഏജൻസി വഴി ഞാൻ തന്നെയാണ് ഓർഗനൈസ് ചെയ്തത്. പക്ഷെ മണി എനിക്ക് സുജീഷ തന്നു, തിരിച്ചു കൊടുക്കണം. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി. ഞാനത് ഇനിയും ആ ചാൻസ് എനിക്ക് കിട്ടുമ്പോ ഇനിയും ഞാൻ യൂസ് ചെയ്യും. സ്കൈ ഡൈവ് ചെയ്തു. സ്കൈ ഡൈവിന് പല ഇതുണ്ട്, ഹൈറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാനതിൽ ലോസ്റ്റ് ആണ് ചൂസ് ചെയ്തത് 9000 feet. അത് തന്നെ എനിക്ക് വലിയൊരു ഹൈറ്റ് ആയിരുന്നു. എന്റെ ഏറ്റവും വലിയ പേടി ഞാൻ പെട്ടെന്ന് എനിക്ക് കാർഡിയക് അറസ്റ്റ് വരുമോ എന്നുള്ളതായിരുന്നു. കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് പോയതാണ്. എന്തെങ്കിലും വരട്ടെ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ചെയ്തു. അതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ മൊമെന്റ് ഇപ്പോഴും. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ പ്ലെയിനിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുന്ന ആ ഒരു മൊമെന്റ് ആണ് ജീവിതത്തിലെ ഏറ്റവും പേടിയുള്ള. രണ്ട് കുട്ടികളുടെ അമ്മയെ ഏറ്റവും പേടിയുള്ള മൊമെന്റ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇതുപോലത്തെ ഫിറ്റ്നസ് ഫീൽഡിൽ വന്നുകൊണ്ടും ഈ കോമ്പറ്റീഷനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടും ആസ് എ വുമൻ വിനീത ചേഞ്ച് ചെയ്തിട്ടും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ആസ് എ പവർഫുൾ വുമൻ ആയിട്ട് വിനീത ട്രാൻസ്ഫോം ചെയ്തതും എനിക്കും കുട്ടികൾക്കും ഞങ്ങളുടെ ഹോൾ ഫാമിലിക്കും വളരെയധികം വളരെ വലിയ അച്ചീവ്മെന്റ് ആണ്. അതാണ് വാട്ട് ദിസ് സ്പോർട്ട് ബ്രോട്ട് ടു അവർ ഫാമിലി. എന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും ഒരു ഫാമിലി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഇതിന് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. സുജീഷിന് ഇപ്പൊ ഈ ഒരു ജേർണിയില് ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? ഇതുവരെയുള്ള ഈ 13 വർഷത്തിൽ ഞാൻ ബോഡി ബിൽഡിംഗ് ഏറ്റവും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണ്. ഇപ്പൊ നമ്മള് എന്റെ കോച്ചിന്റെ കൂടെ ഞാൻ ഹെവി ലിഫ്റ്റുകൾക്ക് പോകുമ്പോൾ ഡെഡ് ലിഫ്റ്റ്, ഇപ്പൊ ഏറ്റവും പേഴ്സണൽ ബെസ്റ്റ് ഡെഡ് ലിഫ്റ്റിന് പോകുന്ന ദിവസം അല്ലെങ്കിൽ പേഴ്സണൽ ബെസ്റ്റ് സ്ക്വാഡിന് പോകുന്ന ദിവസം നമ്മൾ നെർവസ് ആണ്. നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു ഫെയിൽ. അപ്പൊ ആ ഒരു ലിഫ്റ്റിൽ ഫെയിൽ ആവുക, ഞാൻ ഫെയിൽ ആയിട്ടുള്ള ലിഫ്റ്റുകളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ദ ഹോൾ വേൾഡ് എന്ന് പറയും ഫെയിൽ ആയെന്ന്. കാരണം അതത്ര ഇമോഷണൽ ആണ്. അപ്പൊ അതൊരു നെർവസ്നെസ് ഉണ്ട്. അല്ലാതെ ഫിറ്റ്നസിൽ ഉണ്ടായ ചലഞ്ച് വെച്ചാൽ ഈ കോമ്പറ്റീഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് തുടങ്ങുമ്പോൾ എന്നോട് എന്റെ കോച്ച് പറയായിരുന്നു, ഇത് വേണമെന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമായിരുന്നു. എന്നിട്ട് പുള്ളി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയും ഇതെല്ലാം ചെയ്യേണ്ട തയ്യാറാണ്. യെസ് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പം
ആദ്യത്തെ കോമ്പറ്റീഷന് പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ആദ്യത്തെ കോമ്പറ്റീഷൻ ഇറങ്ങിയതും വിൻ ചെയ്തതും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ 11 ദിവസമായിട്ടുള്ള കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഈ 11 ദിവസം എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ഒട്ടും എന്റെ ഫുഡ് ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മീലിന് അടുത്ത മീലിനിടയ്ക്കുള്ള നിമിഷങ്ങളാണ് ഇപ്പൊ എന്റെ ജീവിതം. സത്യം പറയുന്നത് ഓരോ അരിമണിയും ഞാൻ എണ്ണിയെ കഴിക്കുന്നത്. നേരത്തെ മുമ്പിൽ വരുന്ന ഭക്ഷണം എടുത്ത് വാരി വേഗം കഴിച്ചിട്ട് എണീറ്റ് പോകുന്ന ഒരാളാണ് ഞാൻ. ഫുഡി ഒന്നുമല്ല, ഇതിനറിയാവുന്ന ഞാൻ ഫുഡിനോട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്ന മനുഷ്യനല്ല. പക്ഷെ ഇപ്പതേ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് വീഡിയോസ്, ഞാൻ കുക്ക് ചെയ്യുന്നു, പിള്ളേരെ ഫീഡ് ചെയ്യുന്നു, വാരി കൊടുക്കുന്നു, ഇതെല്ലാം കണ്ട് വിനീതയ്ക്ക് ആവശ്യത്തിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് ക്രേവിങ്സ്, എന്ത് കണ്ടാലും കഴിക്കാനുള്ള ആഗ്രഹം എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഭക്ഷണം ഞാൻ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ഭക്ഷണത്തിനെ എന്നെ ശരിക്കും ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. ഓരോ അരിമണിയും ഞാൻ എന്റെ നാവിനെയും ബ്രെയിനിനെയും അറിയിച്ചിട്ടാണ് ഇപ്പൊ ഇറക്കി വിടുന്നത്. എത്ര എനിക്ക് വെച്ചേക്കും അത് ഭയങ്കര ശരിക്കും ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക്. അല്ലാതെ ഒരിക്കലും ഇതിലേക്ക് ചെയ്യുന്നത്. അതേപോലെ വിനീതയ്ക്ക് എനിക്ക് വിനീത ഹൈറ്റ് ചാടിയത് അതല്ല, ഇതൊന്നും അല്ലാതെ ഈ ഫിറ്റ്നസ് ജേർണിയില് ഏറ്റവും വലിയ ചലഞ്ച് എന്തായാലും തുടക്കം എനിക്കറിയാതെ അത് എല്ലാവർക്കും പാടാണ്. അതല്ലാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും ടിപ്സ് വന്നിട്ടുണ്ടോ? അത് അതിൽ നിന്ന് കയറി വരാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും? അതെ, അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഈ സോളോ ട്രിപ്പിന് പോയ 1 വീക്കില്ലേ, അത് എനിക്കൊരു ഗ്യാപ്പായിരുന്നു. അതായത് ഞാൻ എന്റെ ഒപ്റ്റിമൽ ലെവലിൽ നിന്നിട്ടാണ് ഞാൻ ഒരു 1 വീക്ക് ഗ്യാപ്പ് എടുത്ത് പോയത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പഴയ സ്ട്രെങ്ത് ലെവലിലേക്ക് വരാനായിട്ട് എനിക്ക് ഒരുപാട് സമയം എടുത്തു. അതെന്നെ കുറച്ചൊന്ന് ഡിപ്രസ്ഡ് ആക്കിയെങ്കിൽ ഞാൻ അതിനെ ഓവർകം ചെയ്തു. എനിക്കറിയാം ഞാൻ ഗ്രാജുവലി അതിലേക്ക് എത്തിച്ചേരും. അതാണ് ലൈഫ് എന്നെ പഠിപ്പിച്ചേക്കുന്നത്. സോ എനിക്കറിയായിരുന്നു അതങ്ങനെ എത്തിച്ചേരും എന്നുള്ളത്. അപ്പൊ ആ ഒരു 1 മന്ത് ഓവർകം ചെയ്യാന്നുള്ളത്, ആ ഇടയ്ക്കുണ്ടായിരുന്ന പല ട്രെയിനിങ് സെഷനിൽ ഞാൻ ഫെയിൽഡ് ആയി. അപ്പൊ അത് ആ സമയത്ത് കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ എന്റെ കോച്ച് എൻകറേജിങ് ആയിരുന്നു. അതിനെ ഞാൻ ഓവർകം ചെയ്തു. അത് വലിയ കാര്യമാണല്ലേ. നമുക്ക് എല്ലാവർക്കും ഗ്യാപ്പ് എല്ലാവർക്കും ഏത് രീതിയിലും വരാം. നമുക്ക് പല രീതിയിൽ വന്നാൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സുജീഷ കഥ പറഞ്ഞതിന് ഒത്തിരി ഇത് ചെയ്തിട്ടുണ്ട്. മകന്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്ത് രസമുള്ള ഒരു മൊമെന്റ് ആണ്, ചെറിഷ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഓർമ്മയിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു എൻകൗണ്ടർ, ഒരു ഫാൻ അല്ലെങ്കിൽ സുജീഷായിട്ട് ഇൻഫ്ലുവൻസ് ആവപ്പെട്ട ഒരാൾ വന്നിട്ട് സുജീഷിനോട് സംസാരിക്കുക അങ്ങനെ ചെയ്തൊരു മൊമെന്റ് ഓർമ്മയുണ്ടോ? അങ്ങനെ സ്പെസിഫിക്കലി ഒന്നുമില്ല. ഒത്തിരി പേര് നമ്മളോടൊന്ന് സംസാരിക്കാറുണ്ട്, എങ്ങനെയാ ആവുന്നത്, ഒന്ന് വയർ കുറയ്ക്കാൻ. എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ വയർ കുറയ്ക്കാന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാവരും എവറിബഡി വാണ്ട് ടു ലുക്ക് എസ്തെറ്റിക്കലി പ്ലീസിങ്. അതായത് വയർ കുറയ്ക്കുക അല്ലെങ്കിൽ ലുക്കിംഗ് ഗുഡ് ആയിരിക്കണം. പക്ഷെ എല്ലാവർക്കും അവര് അതിനപ്പുറമുള്ള ഇതിനെ കാണാൻ പറ്റണം. ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ജിമ്മിൽ പോവുക എന്നുള്ളത് ഈ എസ്തെറ്റിക്കലി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെന്റലി ആണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്. ആസ് എ പേഴ്സൺ നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആവും, നമ്മുടെ ലൈഫ് ഭയങ്കര സ്ട്രക്ചേർഡ് ആവും, നമ്മളൊരു ക്ലീൻ മാൻ ആവും. അപ്പം നമ്മുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ കൺട്രോൾ അതുപോലത്തെ കാര്യങ്ങളാണ് എസ്തെറ്റിക്സോ അല്ലെങ്കിൽ ബോഡിയിലുള്ള ചേഞ്ചിനേക്കാളും ഞാൻ മനസ്സിലാക്കിയ ബോഡി ബിൽഡിംഗ്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ്, നോട്ട് ബോഡി. ശരിക്കും പറഞ്ഞ ബോഡി അല്ല, മൈൻഡ് തന്നെയാണ്. അത് ശരിക്കും സത്യമാണല്ലേ. ജിമ്മിൽ എത്തുക എന്നുള്ള ഏറ്റവും വലിയ പാട്. സുധീഷ് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നു. ഷൂസ് ഇടുക എന്നുള്ളതിനാണ് ഏറ്റവും പാടില്ല. വിനീതയ്ക്ക് ഇതേപോലെ എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോ കുറെ ഫാൻസ് ഉണ്ടായിരുന്നിരിക്കാം. ഇന്റർവ്യൂ കൊടുക്കുന്നു, പോഡ്കാസ്റ്റുകൾ. അപ്പം ഏറ്റവും ഓർമ്മിക്കാൻ തക്കതായുള്ള ഒരു ഫാൻ ഇന്ററാക്ഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ജേർണി കഴിഞ്ഞ് കണ്ട ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് എന്റെ അടുത്ത് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ വർക്ക് പ്ലേസിൽ ഒരുപാട് ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 ആൾക്കാര് കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ സമയത്ത് എനിക്ക് 6 പാക്ക് ഉണ്ടോ ഒന്ന് കാണിച്ചു തരാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് 6 പാക്ക്. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതൊക്കെ. അങ്ങനെ 6 പാക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ കാണിച്ചു. ഒരാളൊന്ന് ചോദിക്കുമ്പോ നമുക്ക് സാധനം ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഉണ്ടെന്ന് പറയാൻ എനിക്ക് സന്തോഷമല്ലേ. നമ്മളോട് ചോദിച്ചാൽ വേർ യു സീ യുവർസെൽഫ് ഇൻ 10 years എന്ന് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ വിഷൻ, എന്താണ് നിങ്ങളുടെ ഭാവി? തീർച്ചയായിട്ടും അതിനെപ്പറ്റി വളരെയധികം പ്ലാൻഡ് ആണ് ഞാനും വിനീതയും. ഞങ്ങൾ ഇപ്പൊ കൂടുതൽ സംസാരിക്കുന്നത് ഇതിനെ പറ്റിയാണ്. എങ്ങനെ we see ourselves in the next 5 years.
ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ പേഴ്സണൽ ട്രെയിനേഴ്സ് ആയിട്ട് മാറി. ഞങ്ങൾ സ്വന്തമായിട്ട് ഈസി ഫിറ്റ് എന്നുള്ള ഒരു പേഴ്സണൽ ട്രെയിനിങ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് ഞങ്ങളിപ്പം ക്ലയൻസിന് ഓൺലൈനായിട്ടും ഫേസ് ടു ഫേസ് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഓൺലൈൻ ട്രെയിനിങ്ങും ഈ ട്രെയിനിങ് പ്ലാറ്റ്ഫോം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക, അപ്പോൾ ക്ലയൻറ്റ് ബേസ് ഇംപ്രൂവ് ചെയ്യുക, അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ജിം ഓപ്പൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ഫിറ്റ്നസ് ബ്രാൻഡായിട്ട് വളരാൻ സാധിക്കുക എന്നുള്ളത്. അതുപോലെ ഒരുപാട് വളർന്ന ആ ഒരു ലെവലിൽ എത്തി ഒരുപാട് മലയാളികൾ നമുക്കുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഒരു നിബുൺ ഫിറ്റ്നസ് അല്ലെങ്കിൽ ജോബി ഫിറ്റ്നസ്, ഇവരൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അവരൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രണേഴ്സ് ആണ്. അതായത് ഫിറ്റ്നസ് എന്നുള്ളതും ഹെൽത്ത് ഉള്ളതും വളരെ നല്ലൊരു ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടി ആയതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ ഈസി ഫിറ്റ് ഒരു ബ്രാൻഡായിട്ട് വളരുക, ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യുക, സ്വന്തമായിട്ട് ജിം ഓപ്പൺ ചെയ്യുക. ഓസ്ട്രേലിയയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നാട്ടിലാണെങ്കിലും ആ ഒരു ഫിറ്റ്നസ് പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആളുകളെ കൂടുതൽ ഇതിൽ ബോധവൽക്കരിക്കുക. കാരണം ഒരുപാട് ഇഗ്നോറൻസ് ആളുകൾക്ക്, പൊതുവേ ഉള്ള ആളുകൾക്ക് ഒരു ഫീൽഡാണ് ഇത്. പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് തെറ്റാണോ, അങ്ങനെ 1000 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളുകൾ. അത് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്. നമ്മളെല്ലാം എന്നോട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ നഴ്സുമാരാണ്, ഹെൽത്ത് ഫീൽഡിലുള്ളവരാണ്. അവർ പോലും അവരുടെ അടുത്ത് നിന്ന് ഇതുപോലത്തെയുള്ള സില്ലി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എത്രമാത്രം അവയർനെസ് കുറവാണ് നമ്മുടെ ഈ ഫിറ്റ്നസ് ഫീൽഡിനെ പറ്റി. അപ്പോൾ ആ ഒരു ഫിറ്റ്നസ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഫിറ്റ്നസ് ആ ഒരു ഇൻഫ്ലുവൻസേഴ്സ് എഡ്യൂക്കേറ്റേഴ്സ്, ആ ലെവലിലേക്ക് നെക്സ്റ്റ് 5 years ഞങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യമല്ലേ ഫിറ്റ്നസ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവരും അതൊരു വാല്യൂ ഉള്ള സംഭവമല്ലേ. നിങ്ങൾ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ. ഉറപ്പായിട്ടും അതിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലെങ്കിൽ പോലും ആൾക്കാർ എപ്പോഴും ഇഗ്നോറന്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇനിയൊരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വളരെ മോശമായി, ഡയറ്റ് ഓർ എക്സസൈസ്? വിനീതോടെ ചോദിക്കുന്നത്, ഡയറ്റ് ഓർ എക്സസൈസ്? ഓക്കെ, രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഡയറ്റും എക്സസൈസും ഒരുപോലെ കൊണ്ടുപോകുന്നതാണ് ഒരു ബാലൻസ്ഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. എക്സസൈസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ഗോളിലേക്ക് എത്താൻ പറ്റില്ല. ഡയറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോളിലേക്ക് എത്താൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡീനെ നമ്മൾ പ്രോപ്പർ ഫുഡ് കൊടുത്ത് നറിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മളൊരു പ്ലാന്റിനെ വാട്ടർ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ബോഡീനെ വാട്ടർ ഫുഡ് കൊടുത്ത് ഫീഡ് ചെയ്യുന്നു, ആ റിസൾട്ട് ഉണ്ടാക്കുന്നു, അത് നമുക്ക് തന്നെ കിട്ടുന്നു. ഒരിക്കലും ഫുഡ് കഴിക്കാതിരിക്കുകയല്ല, നല്ല ഫുഡ് കഴിക്കുകയല്ല. ഞങ്ങൾ എവിടെ പുറത്തു പോയാലും ഒരു ട്രിപ്പ് പോയാലും എപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് കഴിക്കുന്ന ആലോചിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു റെസ്റ്റോറൻറ്റ് ഫണ്ട് ചെയ്ത് ഞങ്ങൾ അതിന്റെ ബോഡി സ്ക്രീൻ ഞങ്ങൾക്ക് എപ്പോഴും ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ മൈൻഡിൽ ഒരു സ്കാനിങ് പ്രോസസ് നടക്കും, അല്ലെങ്കിൽ സ്കിമ്മിങ് പ്രോസസ് നടക്കും. നമ്മൾ ഏറ്റവും ക്ലീനസ്റ്റ് പോസിബിൾ ഓപ്ഷൻസ് മാത്രം ചൂസ് ചെയ്ത് അങ്ങനെ ഈറ്റ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. എനിക്ക് അത് യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടില്. റെസ്റ്റോറന്റിൽ ചീത്ത ഫുഡ്, മറ്റേ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഡയറ്റ് കംപ്ലീറ്റ്ലി ലീവ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം കിട്ടും പുറത്ത്. അപ്പൊ നമ്മള് ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്തെയോ ഞാനിങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റത്തില്ല എപ്പോഴും, അപ്പൊ എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒരു കുക്കിങ്ങും ചെയ്യാതെ 3 നേരം ഈസി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. കുക്കിംഗ് അടുപ്പ് പോലും ഉപയോഗിക്കാതെ ക്ലീൻ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് പറഞ്ഞുതരാം. വീട്ടിലെ കാര്യമാണ് ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളുള്ളൂ. ഈ ഒരു ഡിസ്കഷൻ ഭയങ്കര ഫ്രൂട്ട് എനിക്കത് ഭയങ്കര. ഫസ്റ്റ് നമ്മളൊരു ലോങ് ക്വസ്റ്റ്യൻസ് വരും. ഞങ്ങൾ അടുത്തൊരു സെഷനാണ് സിംഗിൾ ഷോട്ട് എന്ന് പറയും. നമുക്കൊരു റാപ്പിഡ് ഫയർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിംഗിൾ ഷോട്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒറ്റ ആൻസർ, മാക്സിമം 1 sentence. രണ്ടുപേരും സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും. സുജീഷ് ഫസ്റ്റ്, യുവർ അപ്പ്. What's your favorite cheat food? സത്യം പറഞ്ഞ ഇപ്പൊ പൊറോട്ട ബീഫ് ഫ്രൈ. ഈ സമയത്ത് നിന്ന് പറയണം. വിനീത? ഗോതമ്പ് പായസം. സമ്മതിക്കില്ല. The most interesting question asked by a fan. എങ്ങനെ വയറോ വിനീത? എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം, എങ്ങനെ കിട്ടുന്ന മോട്ടിവേഷൻ? ഇതിനകത്തൊക്കെ നമുക്കറിയാം. Who is more focused than you? രണ്ടുപേരും ഒരുപോലെ ഫോക്കസ്ഡ് ആണ്. പക്ഷെ വിനീതയായിരിക്കും കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പോകണമെന്ന് വരുന്നത്. ചില ദിവസം ഞാൻ പറയും, വിനീത എന്ന് ട്രെയിൻ ചെയ്തില്ല, നീ ഒരു ദിവസം ട്രെയിൻ ചെയ്തില്ല, നിന്റെ മസിലൊന്നും പോകുന്നില്ല, ഇന്ന് നീ വേണമെങ്കിൽ പക്ഷെ പറ്റത്തില്ല. അത് അങ്ങനെയല്ല, പോവാതിരിക്കാൻ വേണ്ടിയില്ല. അവൾക്ക് പോവാതിരിക്കാൻ തക്കതായ റീസൺ ഉള്ളപ്പോൾ അവളോട് ഞാൻ പറയും, ഇന്നൊന്ന് ജസ്റ്റ് നീ വേണമെങ്കിൽ ബ്രേക്ക് എടുക്ക്, ദാറ്റ്സ് ഓക്കെ ഫൈൻ. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഷീ തിങ്ക് ഇന്ന് പോയില്ലെങ്കിൽ എല്ലാം തീർന്നു. അത്രയ്ക്ക് ഫോക്കസ്ഡ് ആണല്ലേ. Who is your idol? എന്റെ ഐഡൽ
ഓൾവേസ് ആർണോൾഡ് ഷ്വാസ്നഗർ. ഇപ്പൊ സീബം ഉണ്ട് ഓഫ് കോഴ്സ്. ബട്ട് ആർണോൾഡ് ഷ്വാസ്നഗറിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ്. ഒരു ഇംഗ്ലീഷ് സംസാരിക്കാതിരുന്ന ഒരാൾ ഓസ്ട്രേലിയയിൽ പാവപ്പെട്ട വീട്ടിൽ ഇംഗ്ലീഷ് പോലും അറിയപ്പെടുത്ത ആൾ അമേരിക്കയിലേക്ക് ആസ് എ ബോഡി ബിൽഡിംഗ് മാത്രം ഫോക്കസ് ചെയ്ത് അമേരിക്കയിലേക്ക് ബിൽഡ് ചെയ്ത് അവിടെ അദ്ദേഹം എന്തായി മാറുന്നു പറയാം. അത്രയും മാറി, ആക്ടറായി മാറി, ഇപ്പോഴും ഇൻഫ്ലുവൻസർ ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അത്രയും വലിയ ആയിട്ടുള്ള അത് സത്യം. എനിക്ക് അർണോൾഡ് ഭയങ്കര ഇഷ്ടമാണ്. വിനീത, സെയിം ആണോ? ഞാനായിരുന്നു പുതിയൊരു ഒരു ഫീമെയിൽ അത്ലറ്റിന്റെ പേര് കേൾക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട് വർഷത്തേക്ക്. ഓക്കെ, അടിപൊളി. അപ്പൊ ഒത്തിരി താങ്ക്സ്. വെരി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ ഇത് കാണുന്ന എല്ലാവർക്കും ഒത്തിരി മോട്ടിവേറ്റഡ് ആവാൻ പറ്റിയ ഒരു എപ്പിസോഡായിരിക്കും ഇത്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാത്തിലും ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ യുവാക്കളുടെ ഇടയ്ക്ക് ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ ഗതികളുടെയും ഒറ്റ ചോദ്യം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? പൈസ വെച്ചുള്ള പരിപാടി ഇവിടെ അപ്പോൾ ഒത്തിരി താങ്ക്സ് വിനീത ആൻഡ് സുജീഷ് ഇവിടെ വന്നതിലും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇതിലും ഇങ്ങനത്തെ പോഡ്കാസ്റ്റുകളും ഇതിലൊക്കെ ഒത്തിരി വരികയും ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവും. സോ കീപ് ഗ്രോയിങ്, keep influencing, keep motivating, and be what you are doing now. Yeah, thanks, Lijin. Thank you. Thank you. Oh, it's wonderful. Thank you.